ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ഇതാ ഇനി നമ്മളെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മാസമാണ് അല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിവിഷനാണ് ഇനി നമ്മളെ മുന്നിൽ ആവശ്യം. ഇനി നമ്മളെ സബ്ജക്റ്റ് മൊത്തം പഠിക്കാന്ന് വെച്ചാൽ അത് പോസിബിൾ ആയിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ, ഒരുപാട് വലിയ സബ്ജക്റ്റാണ് നമ്മളെ മുന്നിലുള്ളത്. ഇനി പ്രോപ്പർ ആയിട്ട് MCQs വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക, ഇതാണ് നമ്മളെ മുന്നിലേക്കുള്ള ഒരു മാർഗം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക, MCQs പ്രോപ്പർ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് നമ്മളെ ചാനലിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും സീരീസ് ആയിട്ട് MCQ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ MCQs ഒക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. എങ്ങനെയാണ് MCQ ആൻസർ എത്തുന്നതൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മളെ CCയിൽ ഇപ്പോൾ എന്താണ്, ഒരു ഉത്സവം നടക്കുകയാണ്, ബിഗ് ഡേയ്സ് അല്ലേ? അവിടെ CC ബിഗ് ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതായത് ഒരു ഫാമിലിയിലേക്ക് വേണ്ട എല്ലാ കോഴ്സുകളും, നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫാമിലിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും പോലെ തന്നെ ഒരു ഫാമിലിയിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കോഴ്സുകളും, അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളതായിക്കോട്ടെ അല്ലേ, ഇവിടുത്തെ എല്ലാ കോഴ്സുകളും ഓഫർ പ്രൈസോട് കൂടി അവൈലബിൾ ആണ് നമ്മളെ CCയിലെ. ഇപ്പോൾ CSCB, ജൂനിയർ അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സബ്സ്റ്റാർ പ്രൊമോഷൻ ടെസ്റ്റ്, ഇതിനൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. കൂടാതെ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ്. മാർക്കറ്റിങ്ങിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസ്കസ് ചെയ്യാം, അതിന്റെ ആൻസർ എന്താന്ന് നോക്കാം. അങ്ങനെ ഒരു ഡിസ്കഷൻ സെഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തേത് പോവാം. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കിയാൽ എന്താന്നുള്ളത്, ഒന്നാമത്തെ ചോദ്യമാണ് മാർക്കറ്റ് വേർ ഗുഡ്സ് ആർ ട്രാൻസാക്റ്റഡ് ഓൺ ദ സ്പോട്ട് ഓർ ഇമ്മീഡിയറ്റ്ലി. ഏതാ പറയുന്നത്, മാർക്കറ്റ് ആണ്. ഏതാ മാർക്കറ്റ്? വേർ ഗുഡ്സ് ആർ ട്രാൻസാക്റ്റഡ് ഓൺ ദ സ്പോട്ട് ഓർ ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുന്ന മാർക്കറ്റ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്യൂച്ചർ, സ്പോട്ട്, പെർഫെക്റ്റ്, നൺ ഓഫ് ദിസ്. 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര്, ഇവിടെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് സ്പോട്ട് ഓർ ഇമ്മീഡിയറ്റ് എന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആൻസർ കീയിലും എന്ത് കണ്ടിട്ടുണ്ട്, സ്പോട്ട് മാർക്കറ്റ് എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് വരിക ആൻസർ? യെസ്, സ്പോട്ട് മാർക്കറ്റ് ആണ് അവിടെ വരിക. ഏതാണ്? സ്പോട്ട് മാർക്കറ്റ് ആണ് അവിടെ വരിക. നമുക്ക് സ്പോട്ട് മാർക്കറ്റിംഗ് എന്താ നോക്കാം. നോക്കിയേ, ആദ്യം നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് നോക്കാം, എ സ്പോട്ട് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് where goods or financial instrument are bought or sold for immediate delivery and payment on the spot. അല്ലെ, ആ സ്പോട്ട് മാർക്കറ്റിംഗ് എന്നതിന്റെ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് അതിന്റെ മീനിങ്ങും വരുന്നത്. എന്താണ്? എ മാർക്കറ്റ് വേർ ഗുഡ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഫോർ ഇമ്മീഡിയറ്റ് ഡെലിവറി ആൻഡ് പേയ്മെന്റ്. അല്ലെ, ഇമ്മീഡിയറ്റ് ഡെലിവറിയും പേയ്മെന്റിനും വേണ്ടിയിട്ട് ഗുഡ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സോ ബോട്ട് ചെയ്യോ സോൾഡ് ചെയ്യോ ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ പറയുന്ന പേരാണ് എന്താ, സ്പോട്ട് മാർക്കറ്റ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഇമ്മീഡിയറ്റ് ഡെലിവറി ആൻഡ് പേയ്മെന്റ് ഓൺ ദി സ്പോട്ട്. അല്ലെ, എന്താണ്, ഇമ്മീഡിയറ്റ് ഡെലിവറി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിളും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പോയിന്റ് ഇവിടെ പറയാനുള്ളത്. നോക്കിയേ, അടുത്ത അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്യൂച്ചർ മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു ഓപ്ഷൻ ആയിരുന്നു, അപ്പോൾ ആ ജസ്റ്റ് ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. എന്താ ഫ്യൂച്ചർ മാർക്കറ്റ്? ട്രേഡിംഗ് ഹാപ്പൻ നൗ ബട്ട് ഡെലിവറി ആൻഡ് പേയ്മെന്റ് ഒക്കർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അല്ലെ, ട്രേഡിംഗ് എന്ത് നടക്കും, ഇപ്പൊ നടക്കും, പക്ഷെ അതിന്റെ പേയ്മെന്റ് ഫ്യൂച്ചർ ഡേറ്റിനായിരിക്കും. ഡെലിവറി ആൻഡ് പേയ്മെന്റ് ഫ്യൂച്ചർ ഡേറ്റിനായിരിക്കും. പിന്നെ സ്പോട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ഡെലിവറി നമ്മൾ നേരത്തെ പറഞ്ഞു. പെർഫെക്റ്റ് മാർക്കറ്റ് എന്താ, ദ തിയററ്റിക്കൽ മാർക്കറ്റ് വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് കണ്ടീഷൻ. അല്ലെ, അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടീഷൻസ് ഉള്ള ഒരു തിയററ്റിക്കൽ മാർക്കറ്റിനാണ് നമ്മൾ എന്ത് പറയാ, പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയാം. ഇപ്പൊ മാർക്കറ്റ് പറ്റി നമ്മൾ പറഞ്ഞു, ആൻസർ ഏതാന്ന് നോക്കി അല്ലെ. ഇങ്ങനെ വേണം നമ്മൾ ഇനിയുള്ള ദിവസം MCQs ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഇനിയുള്ള ദിവസം ഇങ്ങനെയുള്ള ഒരു എക്സാം പഠന രീതി ആയിരിക്കണം നമ്മളെ മുന്നിലേക്ക് വരേണ്ടത്. എന്നാൽ മാത്രമേ നല്ലൊരു സ്കോർ അല്ലെ, നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം ഇനി നമുക്ക് എന്തുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. മാർക്കറ്റ് വേർ ദർ ഈസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. അല്ലെ, മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ സാധാരണ എന്താ ഉണ്ടാവുക, അവിടെ ഡെലിവറി ആൻഡ് ഗുഡ്സ് ആണ് അല്ലെ. ഡെലിവറി അല്ലെങ്കിൽ പിന്നെ വാങ്ങുകയോ വിൽക്കുകയോ ആണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് നടക്കുക, മാർക്കറ്റ് നടക്കുക. പക്ഷെ ഈ ഒരു മാർക്കറ്റിൽ എന്തില്ല, there is no physical delivery.
ഫിസിക്കൽ ഡെലിവറി ഇല്ലാത്ത അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഫിസിക്കൽ ഡെലിവറി ഇല്ലാത്ത മാർക്കറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കാം? ഫ്യൂച്ചർ, സ്പോട്ട്, പെർഫെക്റ്റ്, നൺ ഓഫ് ദിസ്. ഏതായിരിക്കാം വരിക? യെസ്, ഫ്യൂച്ചർ മാർക്കറ്റ് ആണ് അല്ലെ. ഫ്യൂച്ചർ മാർക്കറ്റ് ആണ് വരിക. എങ്ങനെയാ ഫ്യൂച്ചർ മാർക്കറ്റ് വരിക? ആൻസർ നോക്കണ്ടേ, എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. യെസ്, നോക്കാം. A future market is a market where contracts are traded for buying or selling goods at a future date, and often there is no physical delivery of the goods. Instead, the contracts are usually settled by paying the difference in price. അല്ലേ, ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്ത് സംഭവിക്കില്ല? ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് തന്നെയാണ്. അവിടെ കോൺട്രാക്ട്, ട്രേഡിനുള്ള കോൺട്രാക്ട് അവിടെ നടക്കുന്നത് എപ്പോഴാണ്? ഗുഡ്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അല്ലെ. എവിടെയാണ്? ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് അവിടെ എന്ത് നടക്കുന്നത്? കോൺട്രാക്ട് നടക്കുന്നത്. ഇപ്പോഴല്ല. എപ്പോഴാണ്? ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് നടക്കുന്നത് അല്ലെ. ദെൻ ആൻഡ് ഓഫ്റ്റൻ ദർ ഈസ് എ അല്ലെങ്കിൽ ഓഫ്റ്റൻ ദർ ഈസ് എ നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് അല്ലെ. അവിടെ എന്ത് നടക്കുന്നില്ല? ഫിസിക്കൽ ഡെലിവറി അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല അല്ലെ. ഫിസിക്കൽ ഡെലിവറി അപ്പൊ എന്ത് നടക്കുന്നില്ല? അവിടെ നടക്കുന്നില്ല അല്ലെ. അപ്പൊ ഫ്യൂച്ചർ മാർക്കറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, ദി മാർക്കറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. ബൾക്ക് ക്വാണ്ടിറ്റിയില് ഗുഡ്സോ ബോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സോൾഡോ ചെയ്യുന്ന മാർക്കറ്റിനെ പറയുന്ന പേരാണ്. ഈസിയാണ്. ഹോൾസെയിൽ മാർക്കറ്റ്, റീറ്റെയിൽ മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ്, നൺ ഓഫ് ദിസ്. ഇവിടെ ഈ ഒരു വാക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് അവിടെ വരിക? ഹോൾസെയിൽ മാർക്കറ്റിംഗ് ആണ് അല്ലേ. ഏതാണ്? ഹോൾസെയിൽ മാർക്കറ്റിംഗ് എന്നാണ് അവിടെ വരിക. ഹോൾസെയിൽ മാർക്കറ്റിംഗ് നോക്കാം. എന്താണ് ഹോൾസെയിൽ? എ ഹോൾസെയിൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഗുഡ്സ് ആർ ബോട്ട് ഓർ സോൾഡ് ഇൻ ലാർജ് ആൻഡ് ബൾക്ക് ക്വാണ്ടിറ്റീസ് അല്ലെ. അവിടെ എന്ത് നടക്കുന്നു? വലിയ ഒരു ക്വാണ്ടിറ്റിയില് ഗുഡ്സുകൾ വിൽക്കുകയോ വാങ്ങുകയോ അവിടെ ചെയ്യപ്പെടുന്നു അല്ലെ. അവിടെ നിന്നാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? റീറ്റെയിലേഴ്സിന് പോകുന്നത് അല്ലെ. ഹോൾസെയിൽ നിന്നാണ് എങ്ങോട്ടേക്ക് പോവുക? റീറ്റെയിലേഴ്സിന് പോവാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, മാർക്കറ്റ് ഇൻ വിച്ച് ഗോൾഡ് ആൻഡ് സിൽവർ ആർ സോൾഡ്. ഗോൾഡും സിൽവറും ഒക്കെ സോൾഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ്? കമ്മോഡിറ്റി മാർക്കറ്റ്, പ്രൊഡ്യൂസ് മാർക്കറ്റ്, ബുല്യൻ മാർക്കറ്റ്, നൺ ഓഫ് ദിസ്. ഏതായിരിക്കാം? ഈസിയുള്ള ചോദ്യമാണല്ലേ. യെസ്, ബില്യൺ മാർക്കറ്റ് ആണല്ലേ. ഏതാണ്? ബില്യൺ മാർക്കറ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, എന്തായിരിക്കാം? എ ബില്യൺ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ പ്രീഷ്യസ് മെറ്റൽ ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ആർ ബോട്ട് ആൻഡ് സോൾഡ് യൂഷ്വലി ഇൻ ദി ഫോം ഓഫ് ബാർസ്, കോയിൻസ് ആൻഡ് ബില്യൺസ് അല്ലെ. ബില്യൺസ് ആയിട്ടോ അല്ലെങ്കിൽ ബാർസ് ആയിട്ടോ കോയിൻസ് ഒക്കെ ആയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? അവിടെ സോൾഡോ ബോട്ടോ അവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റ് വേർ മണി ഈസ് ലെൻഡ് ആൻഡ് ബോറോഡ്. ഒരു മാർക്കറ്റ് ആണ് എന്താ? അവിടെ മണിയാണ് എന്ത് സംഭവിക്കുന്നത്? ലെൻഡ് ചെയ്യുന്നതും ബോറോ ചെയ്യുന്നതും. ഏതായിരിക്കാം? മണി മാർക്കറ്റ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സ്റ്റോക്ക്, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? യെസ്, മണി മാർക്കറ്റ്. ഏതാണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. അവിടെ എന്താ? മണി ഈസ് ലെൻഡ് ആൻഡ് ബോറോഡ്. ആ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? മണിയാണ് എന്ത്? ലെൻഡ് ചെയ്യുന്നതും ബോറോഡ് ചെയ്യുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. ഓക്കെ, എന്താ മണി മാർക്കറ്റ് നോക്കാം. മാർക്കറ്റ് അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ്. ഓക്കെ, ദെൻ മാർക്കറ്റ് വേർ കറൻസീസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. വളരെ ഈസിയുള്ള ചോദ്യം അല്ലെ. വളരെ വളരെ ഈസിയുള്ള ചോദ്യമാണ്. അവിടെ കറൻസീസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് എന്നവിടെ കൊടുത്തിട്ട് അല്ലെ. ഡിഫറെന്റ് കൺട്രീസിന്റെ കറൻസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നാണ് വരിക. ഏതാണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. നോക്കാം. ദി ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഫോറെക്സ് മാർക്കറ്റ് അല്ലെ, ഫോറക്സ് മാർക്കറ്റ് എന്നും പറയും. ഈസ് ദി മാർക്കറ്റ് വേർ കറൻസീസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് അല്ലെ. പല രാജ്യങ്ങളുടെയും കറൻസീസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? സെല്ല് ചെയ്യുകയും അല്ലെങ്കിൽ ബോട്ടും ചെയ്യുന്നത്. അവിടെ പറയുന്ന പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, മാർക്കറ്റ് വേർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. ഓക്കെ, മാർക്കറ്റ് വേർ ഡീംഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണെങ്കിൽ ഏതായിരിക്കും അതിന് പറയുക? നോക്കിയേ, ബയേഴ്സ് മാർക്കറ്റ്, സെല്ലേഴ്സ് മാർക്കറ്റ്, റീറ്റെയിൽ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ്. ഇവിടെ എന്താ നോക്കിയേ? മാർക്കറ്റ് വേർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ അല്ലെ. അവിടെ എന്താണ്? അവിടെ ഡിമാൻഡ്, അതായത് ഗുഡ്സിന്റെ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ഏതാണ്? സപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് കണ്ടന്റ് മനസ്സിലാക്കണം. നോക്കി ഏതാ വരിക? യെസ്, സെല്ലേഴ്സ് മാർക്കറ്റ് അല്ലെ. ഇവിടെ ഏതാ കൂടുതൽ?
ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ അല്ലെ, സപ്ലൈയേക്കാൾ കൂടുതൽ ഏതാണ്? ഗുഡ്സിന്റെ ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. ആ കറക്റ്റ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഓക്കെ, ഏതാ വരാ? സെല്ലേഴ്സ് മാർക്കറ്റ്. നോക്കിയേ, എന്താ സെല്ലേഴ്സ് മാർക്കറ്റ്? എ സെല്ലേഴ്സ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സപ്ലൈ. ആ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. അവിടെ എന്താ? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആണ് ഏതിനേക്കാൾ വലുത്? സപ്ലൈനേക്കാൾ വലുത് അല്ലെ. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സപ്ലൈ. Then because goods are scarce, sellers have more control over price and terms അല്ലെ. ആ ഒരു മാർക്കറ്റിൽ എന്താ? നമുക്ക് ഉണ്ടാകുന്ന ഗുഡ്സ് അവിടെ എന്താണ്? സ്കേഴ്സ് ആണ്. സ്കേഴ്സ് ആണ് നമ്മളെ ഗുഡ്സ് അല്ലെ. അപ്പൊ അങ്ങനെ സമയത്ത് സെല്ലേഴ്സ് ഹാവ് മോർ കൺട്രോൾ ഓവർ പ്രൈസ് ആൻഡ് ടേംസ് അല്ലെ. സെല്ലേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ സമയത്ത് സെല്ലേഴ്സ് നമ്മളെ പ്രൈസിന്റെ മുകളിലും അതേപോലെ ആ ടേമിൻസിന്റെ പ്രൈസിന്റെ മുകളിലും ടേംസിന്റെ മുകളിലും അവർ കൂടുതൽ എന്തായിരിക്കും? കൺട്രോൾഡ് ആയിരിക്കും. കൂടുതൽ അവര് കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, അതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റിന് വേണ്ടിയുള്ള അവസാനഘട്ട പരിശീലനത്തിന് വേണ്ടി നമ്മളെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ പറഞ്ഞാണ് 25 ഡേ ക്രാഷ് ബാച്ച് ആണ്. എല്ലാ ദിവസവും 1.5 അവർ അല്ലെ, എന്ന് വെച്ചാൽ 1.5 മണിക്കൂർ വീതം ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ്. എന്തിനായിരിക്കും ലൈവ് ക്ലാസ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്? അതായത് ലൈവ് ക്ലാസ് തന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പ്രോപ്പർ സ്ട്രക്ചേർഡോട് കൂടി നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ക്രാഷിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ ഉണ്ട്. എത്രയാ? 89 21 44 05 80 അല്ലെ. ഈ ഒരു ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോർഡ് നമ്പർ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു എൻക്വയറി ആയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും എന്താ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ലൈവ് ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ഫാക്കൽറ്റീസിനോട് നിങ്ങൾ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരും മറക്കണ്ട നമ്മളെ ജൂനിയർ അക്കൗണ്ടിന്റെ 25 ഡേ ക്രാഷ് ബാച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി വരുന്ന ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നമുക്കറിയാം ഓരോരോ സബ്ജക്റ്റിന്റെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? MCQs ഡിസ്കസ് ചെയ്തു പോകും അല്ലെ. ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ട് MCQs ഡിസ്കസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ വരുന്ന ദിവസമൊക്കെ ഓരോരോ സബ്ജക്റ്റിന്റെ ആയിട്ട് നമുക്ക് എന്ത് MCQs ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക. കൂടാതെ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യാം? താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യാം? നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെ 1 minute 1 PYQ എന്ന രീതിയിൽ ഒരുപാട് റീൽസ് അവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പുതിയൊരു നോളജ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ലിങ്കും കൂടി നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്